ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് ഞങ്ങളെ മോനിക്ക് 2-3 ദിവസമായി ചങ്ക് വേദന. അങ്ങനെ ഇപ്പോൾ തിരിക്കാനൊന്നും പറ്റുന്നില്ല ചങ്ക്. ഇന്നലെ എക്സാം ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടാ. അങ്ങനെ ഇന്ന് പോകുന്നതാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ ബസ് ഇറങ്ങി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടന്നിട്ട് പോകുന്നുണ്ട്. ബസ് ഇറങ്ങിയിട്ട് കുറച്ചേ നടക്കാനുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് നമ്മൾ. അങ്ങനെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. ഇതവിടെ നല്ല മീനെല്ലാം വളർത്തുന്നെല്ലാം ഉണ്ട്. അവിടെ പാർക്കെല്ലാം ഉണ്ട്, കളിക്കുന്ന കുട്ടികൾ തന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാ പിള്ളേർക്ക് കളിക്കാനുള്ളതെല്ലാം ഉണ്ട്. എൻ്റെ മോൻ അതെല്ലാം നടന്നിട്ട് നോക്കുന്നുണ്ടായത്. രാവിലെ പോയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വേഗം നമ്മൾ ഡോക്ടറെ കാണിച്ച്. ഡോക്ടർ പറഞ്ഞ് ചങ്കുളുക്കിപ്പോയതാന്ന്, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറി. അങ്ങനെ ഞങ്ങൾക്ക് ചെരുപ്പ് വാങ്ങാനുണ്ടായിന്. അങ്ങനെ ചെരുപ്പെല്ലാം അവിടെ നിന്ന് നോക്കി ചെരുപ്പെടുത്ത് നമ്മൾ നേരെ ടൗണിലേക്ക് വന്ന്. അങ്ങനെ ഇതാണ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്. ഇവിടെ ബസ് സ്റ്റാൻഡിൽ പണി നടക്കുന്നതുകൊണ്ട് ബസ്സെല്ലാം പുറത്തേക്ക് കൂടിയാണ് പോകുന്നത്. ഇത് നമ്മൾ എന്നിട്ട് ബാർബർ ഷോപ്പിലേക്ക് പോയി. മോൻ്റെ മിഞ്ഞാന്ന് മുടി മുറിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് മുടി മുറിക്കാൻ പോയി. എന്നിട്ട് ബേക്കറിയിൽ പോയിട്ട് മോൾക്ക് ഫ്രൂട്ടി എല്ലാം വാങ്ങി. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. നമ്മളിപ്പോൾ തിരിച്ച് പുരക്കേക്ക് പോകുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി പുരക്കേക്ക് നടന്നിട്ട് പോകുന്നുണ്ട്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് പോകാനുണ്ട് നമ്മളെ പുരക്കേക്ക്. അങ്ങനെ നമ്മൾ പുരക്കെത്തി. അങ്ങനെ ഉമ്മ മീൻ മുറിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് നേരത്തെ കണ്ട കരിമീൻ പൊള്ളിക്കാനുണ്ട്. അങ്ങനെ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് സിമ്പിളായിട്ട് നമുക്ക് മസാല പുരട്ടി വെക്കാം. അങ്ങനെ മസാല പുരട്ടി വെച്ച് മീനിനെ അങ്ങനെ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ച്, തേങ്ങാപ്പാലും റെഡിയാക്കി വെച്ച് അങ്ങനെ നമുക്കൊരു മസാല ആക്കാം.
നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ മീനിടെ ഫ്രൈ ചെയ്തെടുത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് മീനിനെ പൊള്ളിക്കാം. പാനിലേക്ക് ചൂടായിട്ടാകുമ്പം ഇല വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് 4 മീനും ഒന്നിച്ചാണ് നമ്മൾ പൊള്ളിച്ചിട്ടെടുക്കുന്നത്. അതിലേക്ക് മീനും ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു ഇലയും വെച്ച് നമ്മൾ പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഞാനപ്പോൾ വിചാരിച്ച് മീൻ പൊരിച്ച പാനിൽ കുറച്ച് ചോറിട്ടിട്ട് പെരക്കിയിട്ട് ബേക്കാമെന്ന്. അങ്ങനെ ബേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി. നല്ല ചൂട് ചോറും കരിമീൻ പൊള്ളിച്ചതും ചിക്കൻ കറിയും കൂട്ടി നമുക്ക് ചോറ് വെച്ചിട്ട് വരാം. നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.